നിങ്ങൾക്കെന്താ എന്നോട് ഇത്ര ദേഷ്യം? എന്നെ ഇങ്ങനെ ദ്രോഹിക്കാനും മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ആദ്യം എന്നോട് പാർവതിയെ മറക്കാൻ പറഞ്ഞു. ഞാൻ അതിന് സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഡാഡിയെയും മമ്മിയും ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും മതിയാവത്തോണ്ടായിരിക്കും പാർവതിയെ കൂട്ടിക്കൊണ്ട് അവളുടെ അച്ഛനെ കണ്ട് ഞങ്ങളുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ? നീ വിചാരിക്കുന്ന പോലെ ആരും ആരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. പാർവതി ചെറിയ കുട്ടിയൊന്നുമല്ല. സത്യം മുന്നിലുണ്ടായിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തത് നീ മാത്രമാണ്. ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പാർവതിയുടെ അച്ഛനെ കാണാൻ വന്നത്. നീ കണ്ടോ? ചോദ്യം ഇവരോട് ചോദിച്ചാൽ ഉത്തരം നിന്റെ ഡാഡിയെ തരുന്നത്. നിന്റെ ഡാഡി അത്രമാത്രം ഈ സ്ത്രീയെ വിശ്വസിക്കുന്നുണ്ട്. സീതേ, നീ ഒന്നിനും ഇത് ഒന്നായി തെറ്റുകൾ ചെയ്യുക. ഇനിയെങ്കിലും നിർത്തിക്കോ. ഈ ഉപദേശമൊക്കെ ഡാഡിക്ക് ഇവർക്ക് കൊടുത്തത്. ഇവരുടെ കാര്യം എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നെ ഇത്രയും മനസ്സിലാക്കിയ നീയും ഈ നാടകത്തിന് കൂട്ടുകാണോ? സർ, ഞാൻ പറയുന്നത് സാറൊന്ന് ക്ഷമയോടെ കേൾക്കണം. പ്രിയ, എനിക്കൊരു ഡൗട്ടുണ്ട്. അത് നീ ആദ്യം ക്ലിയർ ചെയ്യണം. നിന്നെ എല്ലാവരും കൂടി എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് നിനക്കറിയാവോ? അതറിയാമായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. നിന്നോട് ഈ സ്ത്രീ എന്തെങ്കിലും നുണ പറഞ്ഞു കാണും. എന്തിനാ കൈലാഷ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പാർവതി എന്റെ സ്നേഹം എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴാ നിങ്ങൾ അവളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവൾ അങ്ങനെ ചിന്തിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കൈലാഷ്, നീ ഇപ്പൊ ഭ്രാന്തന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ശരിയാ, ഇവരെല്ലാരും കൂടി എന്നെ പറ്റിച്ച് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കുക. ഡാഡി ഇവരുടെ കൂടെ കൂടിയെന്ന് കേട്ടതിന് ശേഷം ഈ നിമിഷം വരെ ഞാൻ ഒരു കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. എല്ലാവരും എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നത്? എന്നെ ചതിച്ചിട്ട് നിങ്ങൾ എല്ലാവരും എന്താ നേടുന്നത്? സർ, ഭൂമിക മാഡം ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രിയ, നീ നല്ലവനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ഇവരെല്ലാം എന്നോട് എന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ? നീയും പാർവതിയും തമ്മില് ഇഷ്ടത്തിലാണെന്ന്. എങ്ങനെയുണ്ട് ഇപ്പോ? ഇവരെത്രമാത്രം ചീപ്പാണെന്ന് നിനക്ക് മനസ്സിലായോ? കൈലാഷ്, നീ ദേഷ്യത്തിൽ വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറയരുത്. ഭൂമിക്ക് ഇതെല്ലാം ചെയ്ത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇവരോ? ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നാണം കെട്ട സ്ത്രീയായത്. നിങ്ങളെയാണല്ലോ ഞാൻ എന്റെ മമ്മിയുടെ സ്ഥാനത്ത് കണ്ടേന്ന് ഓർക്കുമ്പോ എനിക്ക് അറപ്പ് തോന്നുക. നിങ്ങളൊരു സ്ത്രീയാണോ? മതി, നിർത്ത. മാഡത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാറിന് എങ്ങനെ സാധിക്കുന്നത്? പിന്നെ പാർവതിയും പ്രിയനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് നുണ പറഞ്ഞ് നടക്കുന്ന ഇവരോട് ഞാൻ ബഹുമാനത്തോടെ സംസാരിക്കണോ? അവര് പറഞ്ഞ നുണയല്ല. ഞാനും പ്രിയൻ ചേട്ടനും ഇഷ്ടത്തിലാണ്. നിങ്ങൾ ആരും കാണാതെ അറിയാതെ എന്നെ സ്നേഹിച്ച ഗന്ധർവൻ പ്രിയൻ ചേട്ടനാ. ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഞങ്ങളെ സഹായിക്കാനാ ഭൂമിക മാഡം PK സാറും വന്നത്. ഞാൻ പറഞ്ഞ സാറിന് വിശ്വാസം വരില്ലായിരിക്കും. പ്രിയൻ ചേട്ടനോട് എന്നെ ചോദിച്ചു നോക്ക്. പ്രിയൻ ചേട്ടാ, ഇനിയെങ്കിലും സത്യം പറ. പ്രിയൻ ചേട്ടനാണ് എന്റെ ഗന്ധർവൻ എന്ന് പറ.
പറ. എന്തെങ്കിലും മിണ്ടാ നിൽക്കുന്നേ, പറയേ. പ്രിയനൊന്നും പറയാൻ പോകുന്നില്ല പാർവതി. നിങ്ങൾ എത്രയൊക്കെ നിർബന്ധിച്ചാലും പ്രിയൻ എന്നോട് നുണ പറയില്ല. പാർവതി, നിനക്കെന്നെ ഇഷ്ടമല്ലായിരിക്കാം. കാരണം നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഗന്ധർവനാണുള്ളത്. എന്നെ എങ്ങനെ ഒഴിവാക്കണമെന്നറിയാതെ നീ കളിച്ചൊരു നാടകമാണ് ഇതെന്ന് പറ, അത് ഞാൻ വിശ്വസിച്ചോളാം. പക്ഷേ പ്രിയനെ നിന്നോട് പ്രണയമാണെന്ന് പറയരുത്, അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പാർവതി ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കുള്ള വിട്ടുകളയാൻ തോന്നുന്നില്ലേ? പ്രിയനെയാണ് അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടും നീ എന്താ വിശ്വസിക്കാത്തെ? പാർവതി ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രിയനെ നന്നായിട്ടറിയാം. അവൻ എന്നെ ഒരിക്കലും ചതിക്കില്ല. കൈലാഷ്, ദയവ് ചെയ്ത് നീ പാർവതി പറയുന്നൊന്ന് വിശ്വസിക്ക. ഇല്ല, നിങ്ങൾ എല്ലാവരും ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് മാറി മാറി പറഞ്ഞില്ലേ? ഇത്രയും നേരായിട്ടും പ്രിയൻ ഒരു അക്ഷരം മിണ്ടിയോ? ഇല്ല, ഇവ മിണ്ടില്ല. കാരണം നിങ്ങൾ പറയുന്നത് നുണയാ. എന്തെങ്കിലും ഒന്ന് പറ പ്രിയൻ ചേട്ടാ. പാർവതി, നീ എത്ര നിർബന്ധിച്ചാലും പ്രിയൻ അങ്ങനെ ഒരു നുണ പറയില്ല. നിന്നോട് സംസാരിച്ചെന്നിട്ടേ ഒരു കാര്യമില്ല. മമ്മി, നമുക്കിപ്പോ തന്നെ ജനഗണങ്ങളെ കണ്ട് കല്യാണ തീയതി തീരുമാനിക്കാം. കൈലാഷ്, വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ഡാഡിക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പൊക്കോളാം. മമ്മി, ലെറ്റ്സ് ഗോ. സർ, ഞാനാണ് ഗന്ധർവൻ.